ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൽഫിന അനസ്തെറ്റിക് ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് LBS GNM ആൻഡ് ANM കോഴ്സസിന്റെ തേർഡ് അലോട്ട്മെന്റ് അഥവാ സെക്കൻഡ് അലോട്ട്മെന്റിന് ശേഷമുള്ള സ്പെഷ്യൽ അലോട്ട്മെന്റ് എന്നും പറയാം. ഈ ഒരു അലോട്ട്മെന്റിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമയമായിട്ടുണ്ട്. ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ഡേറ്റ് എന്ന് പറയുന്നത് സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഡേറ്റ് എന്ന് പറയുന്നത് ഒക്ടോബർ 15 മുതൽ ഒക്ടോബർ 17 വരെയാണ്. അതിനുശേഷം തേർഡ് അലോട്ട്മെന്റ് 18 പ്രസിദ്ധീകരിക്കുന്നതുമാണ്. അലോട്ട്മെന്റ് ഇതുവരെയും അലോട്ട്മെന്റ് കിട്ടാത്തവർക്കും ഇതുവരെയും അലോട്ട്മെന്റ് കിട്ടി അഡ്മിഷൻ എടുത്തവർക്കും ഓപ്ഷൻസ് വെക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. എന്നാൽ ഈ തേർഡ് അലോട്ട്മെന്റ് അഥവാ സ്പെഷ്യൽ അലോട്ട്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ കോളേജിൽ ഡയറക്റ്റ് പോയി അഡ്മിഷൻ എടുക്കണം എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ്. ആ സമയത്ത് നിങ്ങൾ വെച്ച ഓപ്ഷൻസ് സാറ്റിസ്ഫൈഡ് അല്ല എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാതിരിക്കാൻ സാധിക്കില്ല. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതുവരെയും നമ്മൾ ഒരു ഓപ്ഷൻസ് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ക്യാൻസൽ ആയി പോയിട്ടുണ്ട്, അത് പരിഗണിക്കുകയില്ല. അപ്പൊ നിങ്ങൾ പുതുതായിട്ട് ഓപ്ഷൻസ് വെക്കാണ് ചെയ്യേണ്ടത്. പുതുതായിട്ട് ഓപ്ഷൻസ് വെക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സിന് ഇഷ്ടപ്പെട്ട കോളേജ് തന്നെ പ്രയോറിറ്റി ചെയ്ത് കൊടുക്കുക. നിങ്ങൾ പോകുമെന്ന് ഉറപ്പുള്ള കോളേജ് മാത്രം കൊടുക്കുക. ഇത് ആ അപ്ഡേറ്റിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കാരണം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അഡ്മിഷൻ എടുക്കണം എന്നുള്ളത് നിർബന്ധമാണ്. അഥവാ നിങ്ങൾ അഡ്മിഷൻ എടുക്കാതെ ടോക്കൺ ഫീസ് അടച്ച് അടുത്ത അലോട്ട്മെന്റിൽ പോകാം എന്ന് വിചാരിച്ചാൽ അത് നടക്കില്ല. അഡ്മിഷൻ എടുത്താൽ മാത്രമേ നിങ്ങൾക്ക് അടുത്ത അലോട്ട്മെന്റിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അതുപോലെ ANM കോഴ്സിന് വേണ്ടിയിട്ട് ആൺകുട്ടികൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യരുത് എന്നൊരു അപ്ഡേറ്റും വന്നിട്ടുണ്ട്. കാരണം ANM കോഴ്സിന് ആൺകുട്ടികളെ എടുക്കുന്നില്ല. അതുകൊണ്ട് അതും വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ആൺകുട്ടികൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ GNM വേണ്ടി മാത്രം ചെയ്യുക, ANM കോഴ്സിന് ചെയ്യാതിരിക്കുക. പുതിയ ഓപ്ഷൻസ് ആണ് വെക്കേണ്ടത് എന്നതും മനസ്സിലാക്കുക. ഇഷ്ടപ്പെട്ട കോളേജസ് ഇഷ്ടപ്പെട്ട കോഴ്സസ് മാത്രം വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇവിടെ അലോട്ട്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ സമയത്ത് നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. LBS BSc നഴ്സിംഗ് പാരാമെഡിക്കൽ ഡിഗ്രിയിലും പല കുട്ടികൾ ഈ ഒരു മിസ്റ്റേക്ക് ചെയ്തത് കൊണ്ടാണ് നിങ്ങളോട് എടുത്തു പറയുന്നത്. നിങ്ങൾ അങ്ങനെ ഒരു മിസ്റ്റേക്ക് ചെയ്യരുത്. നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ പോകുമെന്ന് ഉറപ്പുള്ള കോളേജസ് മാത്രം വെക്കാൻ വേണ്ടി നോക്കുക. എങ്ങനെയാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൈറ്റിൽ തന്നെ സൈഡിലായിട്ട് ഒരു ഓറഞ്ച് കളർ സ്ക്വയറിനകത്ത് 3 ലൈൻസ് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അലോട്ടഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞ് കാണാൻ വേണ്ടി സാധിക്കും. അതിൽ നിങ്ങൾക്ക് ANM കോഴ്സും GNM കോഴ്സസും സെലക്ട് ചെയ്ത് ഓരോ കോളേജിലും എത്രത്തോളം കുട്ടികളാണ് അഡ്മിഷൻ എടുത്തിട്ടുള്ളത്, എത്രത്തോളം വാക്കൻസീസ് ആണ് ബാക്കിയുള്ളത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇത് പച്ച ടിക്ക് കൊടുത്തിരിക്കുന്നത് ഈ കുട്ടികൾ അഡ്മിഷൻ എടുത്തു, ആ സീറ്റ് നമുക്കിനി കിട്ടില്ല. എന്നാൽ ഇൻഡു മാർക്ക് കൊടുത്തിരിക്കുന്നതെന്ന് പറയുന്നത് ആ ഒരു സീറ്റുകൾ വാക്കൻസിയുള്ള സീറ്റുകളാണ്. അപ്പോൾ ആ കുട്ടിക്ക് എത്രാമത്തെ അലോട്ട്മെന്റിൽ ഏത് കാറ്റഗറിയിൽ ഏത് ഇൻഡെക്സ് മാർക്കിൽ ഏത് റാങ്കിലാണ് കിട്ടിയിട്ടുള്ളത് എന്നത് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളുടെ കാറ്റഗറിയും കൂടെ വെച്ച് കമ്പയർ ചെയ്ത് നിങ്ങളുടെ മാർക്ക് വെച്ച് കമ്പയർ ചെയ്ത് ആ ഒരു കോളേജ് നിങ്ങൾ വെക്കാൻ വേണ്ടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അഡ്മിഷൻ കിട്ടാനുള്ള പോസിബിലിറ്റീസ് കൂടുതലാണ്. ഓപ്ഷൻ വെക്കുന്ന സമയത്ത് ANM GNM ഒരുമിച്ചായിരിക്കും ഓപ്ഷൻസിൽ കാണുന്നത്. അപ്പൊ നിങ്ങൾക്ക് GNM ആണ് ഫസ്റ്റ് പ്രയോറിറ്റി എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് GNM 1 കൊടുക്കുക. അത് കഴിഞ്ഞ് ANM വെക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും വെക്കാം. അത് 2 ആയിട്ടേ വരികയുള്ളൂ. 1 എന്ന് പറയുന്നത് ഒറ്റ തവണ വരികയുള്ളൂ. കുറച്ച് കുട്ടികൾ ചോദിച്ചതാണ് GNM വരുമ്പം അത് 1 തൊട്ട് തുടങ്ങുവാണ് എന്നുണ്ടെങ്കിൽ ANM പിന്നെ 1 നമ്പർ വെച്ചിട്ട് തന്നെ തുടങ്ങണമോ എന്നുള്ളത്. അപ്പൊ ഇത് ഒരുമിച്ച് വരുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ 1 2 3 4 ആ രീതിയിൽ തന്നെയാണ് ഓപ്ഷൻസ് വെക്കേണ്ടത്. അതുപോലെ ചാൻസസ് പല കുട്ടികളും ചോദിക്കുന്നുണ്ട്. അത് നമ്മൾ ഓൾറെഡി വീഡിയോസിൽ പറഞ്ഞതാണ്. ഈ വർഷമാണ് LBS തൊട്ട് GNM ആൻഡ് ANM സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ വർഷം DME DHS വഴി ആയതുകൊണ്ട് തന്നെ ഈ വർഷത്തെ LBSന്റെ പ്രഡിക്ഷൻ വീഡിയോ നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിയില്ല എന്നത് നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. അപ്പൊ ഇത് ബേസ് ചെയ്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കാം. ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് അപ്ഡേറ്റ്സ് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ നെക്സ്റ്റ് അപ്ഡേറ്റുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ഓക്കെ, ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.